ദളപതി വിജയ് നായകനാവുന്ന ജനനായകൻ, അതായത് വിജയുടെ കരിയറിലെ അവസാനത്തെ സിനിമയാണ്. പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുമെന്ന് മലേഷ്യയിൽ വെച്ച് പ്രഖ്യാപിച്ച് അദ്ദേഹം സിനിമാ ഫീൽഡിനോട് വിട പറയുകയാണ്. അപ്പോൾ സിനിമാ പ്രേമികൾ ഒന്നടങ്കം, അതുപോലെ തന്നെ പൊളിറ്റിക്കലി ഇതൊരു എൻട്രിയിലേക്ക് കൂടി പോകുന്നതുകൊണ്ട് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സിനിമയാണ് ജനനായകൻ. അപ്പോൾ ജനനായകൻ ട്രെയിലർ എങ്ങനെയുണ്ട്, ഭഗവന്ത് കേസരിയുമായിട്ട് ഇതിന് ബന്ധമുണ്ടോ എന്നൊക്കെ നമുക്ക് ട്രെയിലറിലേക്ക് കടന്നിട്ട് പരിശോധിക്കാം. ട്രെയിലറിലേക്ക് பெருசு ஒரு பேர் அனுப்பிச்சிருங்க, அவன் யார் என்னன்னு விசாரிச்சு சொல்ல. தொற்றுலையே சம்பவம் பண்றவனு கேள்விப்பட்டிருப்ப, அதுல ரெக்கார்டு வைக்கிறவனு கேள்விப்பட்டிருக்கியா? அதான் தளபதி. தொற்றுறத தளபதி விஜய் அத்தனை பேரை போட்டு அடிச்சியே, நீ சூப்பர்மேனா? நான் சாதாரண தான் பேபி. அதை செய்கிற சம்பவம்லாம் சூப்பராக இருக்கும்னு சொல்லுவாங்க. பொண்ணுங்களுக்கு பயம் இருக்கக்கூடாது சார். விஜய புலி மாதிரி வளர்க்கும். கமான் கமான் கமான். இந்த வருஷமாவது ஆர்மி அப்ளிகேஷனில் ஒழுங்காக கையெழுத்து போடுங்க. என் பொண்ணை தொட சொன்னவன் யாரு? யாரு? Come, let's play a game. இன்னிலிருந்து 30வது நாள் இந்தியா என் காலடியில் வந்து விழும். என்ன பிளான்? OM. அழிவு. அன்பிலீவபிள். எனக்கு இந்த ஆர்மெல்லாம் வேண்டாம். பாரு என் கை எப்படி நடக்குதுன்னு. விஜயோட பயத்துக்கு பின்னாடி ஏதோ பெருசா ஒண்ணு இருக்கு. அது தெரிஞ்சா இந்த நாட்டுக்கு வரப்போற ப்ராப்ளத்தையே தடுக்கலாம். மக்களுக்கு நல்லது பண்ற இதுக்குள்ள வராது. உன்னை காப்பாத்திக்கிட்டு ஓடி போயிட. மொத்த ஐயோக்கியனுங்களும் உண்டா நிற்கிறாங்க. அவங்க ஜெயிக்க கூடாது. உன்னால ஒன்றும் பண்ண முடியாது. விலகி போ. மக்கள் அவனை கொண்டாடிக்கிட்டு இருக்காங்க. இப்ப கொன்ன கடவுளாயிடுவான். அவனை உயிர் தெழ முடியாத சிலுவையில அறையணும். உன்னை காலி பண்ணிடுவேன், அசிங்கப்படுத்திடுவேன்னு சொல்ற எவனா இருந்தாலும் சரி, திரும்பி போற ஐடியாவே இல்லை. I am coming. மக்களுக்கு நல்லது பண்றதுக்கு அரசியலுக்கு வாங்கடா. கொலை அடிக்கிறது, கொலை பண்றதுக்கு கூட அரசியலுக்கு வரீங்க. സൂപ്പർ ട്രെയിലർ കട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് തന്നെ നമ്മൾ സൂചിപ്പിച്ച പോലെ പൊളിറ്റിക്സിനെ സംബന്ധിച്ച രംഗങ്ങളുണ്ട്. അതുപോലെ തന്നെ വിജയുടെ ഒരു മാസ് ഹീറോ പരിവേഷത്തിന് ചേർന്ന എല്ലാ ചേരുവയുള്ള ഒരു ഗ്രാൻഡ് ട്രെയിലറാണ് വന്നിരിക്കുന്നത്. ബോബി ഡിയോൾ വില്ലൻ ലുക്കിൽ അതിഗംഭീരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് ആക്ഷൻ പാക്കുകൾ പല ബ്ലോക്കുകളായിട്ട് വരുന്നുണ്ട്. ഗംഭീരമായ ഡയലോഗ്സ് ഉണ്ട്. വിജയ് എന്നത്തെയും പോലെ ഒന്നും പറയാനില്ല. സ്ക്രീൻ പ്രസൻസിൽ നമ്മൾ സ്മോൾ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ ഈ വൈബാണെങ്കിൽ എന്തായിരിക്കും സിനിമ സ്ക്രീനിൽ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ അനിരുദ്ധിൻ്റെ ആ ഒരു BGM അനിരുദ്ധിനെ അറിഞ്ഞു പണി വെച്ചിട്ടുണ്ട്. എന്തായാലും പടം അവസാനത്തെ വിജയ് പടമാണ്. നമ്മളൊരു ട്രെയിലർ റിയാക്ഷനോ ട്രെയിലറിൻ്റെ അഭിപ്രായമോ ഈ സിനിമ കാണുന്നതിനോ ഒന്നിനും അതിനെ സ്വാധീനിക്കുന്നില്ല. ഈ സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന സിനിമയാണ്. എല്ലാവരും ഇത് തിയേറ്ററിൽ ഇതിൻ്റെ യാതൊരു പ്രൊമോഷൻ ഇല്ലെങ്കിൽ കൂടി തന്നെ ഈ സിനിമയ്ക്ക് കയറാൻ റെഡിയായിട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്തായാലും ദളപതി വിജയ് സിനിമയിൽ നിന്ന് വിടുന്നതിനെക്കുറിച്ച് നെഗറ്റീവും പോസിറ്റീവും ഒരുപാട് അഭിപ്രായങ്ങൾ പറയുന്നത്. ആൾക്കാർ പറഞ്ഞാൽ അദ്ദേഹം നിർത്തുന്നത് നന്നായി, അങ്ങനെ അല്ലെങ്കിലും അല്ല അഭിനയ മികവിൻ്റെ അസാമാന്യ പ്രതിഭയാണെന്നൊന്നും പറയുന്നില്ലെങ്കിലും എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളത് സ്ക്രീനിൽ കൊണ്ടുവരാൻ വിജയ്ക്ക് ഒരു പ്രത്യേക കഴിവാണ്. അദ്ദേഹം അതിൽ ഇത്രയും വിജയിച്ചുകൊണ്ടാണ് ഇത്രയും ഫാൻസ് അദ്ദേഹം ഉണ്ടാക്കിയതും. ആദ്യകാല റൊമാൻസ് അങ്ങനെയുള്ള ചിത്രങ്ങളിൽ നിന്ന് ഇതുപോലുള്ള മാസ് ആക്ഷൻ, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള പൊളിറ്റിക്കൽ മെസ്സേജുള്ള ആ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടാണ് അദ്ദേഹം ജനഹൃദയങ്ങളിൽ ശ്രദ്ധ നേടിയത്. എന്തായാലും വിജയുടെ അവസാനത്തെ
സിനിമയുടെ അതായത് സിനിമാ ജീവിതത്തിലെ കരിയറിലെ അവസാനത്തെ ഈ സിനിമയുടെ ട്രെയിലർ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജും ആ ഒരു എൻ്റർടൈനിങ് വാല്യൂസിന് സ്ക്രീൻ പ്രസൻസിന് മാസ് ഹീറോ പരിവേഷത്തിനും എല്ലാം യോജിച്ച രീതിയിലുള്ളൊരു ട്രെയിലർ കട്ട് തന്നെയാണെന്നാണ് തോന്നിയത്. ഫാസ്റ്റ് ആക്ഷൻ കട്ടുകളുണ്ട്, അതുപോലെ തന്നെ ഡയലോഗുകളും അദ്ദേഹത്തിൻ്റെ ഗ്രേ ബിയർഡ് ആ ലുക്സും ഒക്കെ നന്നായിട്ട് വർക്കായിട്ടുണ്ട് എന്നാണ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഭഗവത് കേസരിയിൽ ഉള്ള ഒരു മകൾ റിലേഷനായിട്ടൊക്കെ അതുമായിട്ടൊക്കെ കണക്ഷൻ തോന്നുന്നുണ്ട്. ഇപ്പോൾ ഈ സിനിമയുടെ കഥ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണെങ്കിലും ഏതാണെങ്കിലും ഈ സിനിമ കാണാൻ വേണ്ടി കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യ ഒട്ടുക്കുള്ള സിനിമാ പ്രേമികൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ജനനായകൻ ബുക്ക് ചെയ്തോ ഉടനെ തന്നെ ബുക്ക് ചെയ്യുക. 6 മണിക്കാണ് കേരളത്തിൽ ആദ്യ ഷോ ആരംഭിക്കുന്നത്, 6 മണിക്കാണ്. അപ്പോൾ വെയിറ്റിംഗ് ഫോർ January 9. താങ്ക് യു.